നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അരൂരിൽ ഒരു അന്യസംസ്ഥാനക്കാരൻ പിടിയിൽ. വാർത്തകൾ വിശദമായി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരു അന്യസംസ്ഥാനക്കാരൻ അരൂരിൽ പിടിയിലായി. ഐനുൽ ഹക്ക് എന്ന ആസം സ്വദേശിയാണ് ഇന്ന് അരൂർ പോലീസിന്റെ പിടിയിലായത്. അരൂർ പുത്തനങ്ങാടി ശ്രീകുമാരവിലാസം ക്ഷേത്ര പരിസരത്ത് റോഡരികിൽ മുറുക്കാൻ വിൽപ്പനയ്ക്കൊപ്പമാണ് ഇയാൾ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നത് എന്ന് പരിസരവാസികൾ പറയുന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രഹസ്യമായി വിൽക്കുന്നതായി തിരിച്ചറിഞ്ഞ് നാട്ടുകാർ പിടികൂടി ഇന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അരൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ OK മോഹനൻ, CPI അരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR ഷാഹൻ തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുൾപ്പെടെയുള്ള നാട്ടുകാരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുവാൻ നേതൃത്വം കൊടുത്തത്. അരൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘങ്ങൾ ഇതിനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കൊച്ചി പാലത്തിൻ്റെ സമീപമുള്ള ഈ പാൻപരാഗ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്ന് അവരെ മാറ്റി അതിനുശേഷം പുത്തനങ്ങാടി പരിസരത്ത് വരുമ്പോൾ അവിടെ ഇതുപോലെ മുറുക്കാൻ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി മലൻ്റെ പുറകിൽ നിന്ന് ഒരു ബാഗ് കണ്ടുപിടിക്കുകയും ആ ബാഗിനകത്ത് നിറച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ബന്ധപ്പെട്ട പോലീസിനെയും എക്സൈസ് അധികാരികളെയും അറിയിച്ചിട്ടുണ്ട്. ഇത് നാട്ടുകാർക്ക് ആ വിപത്താണ്. ഇത് ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് സംശയിക്കുന്നത്. അതിഥി തൊഴിലാളികളെയും ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘങ്ങൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെയേറെ സംഘടനകൾ നടക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന അതിഥി തൊഴിലാളികളും നാട്ടുകാർ തമ്മിൽ പലപ്പോഴും വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു. അരൂർ നോർത്ത് പമ്പിന്റെ സമീപം മലയാളികളും അതിഥിത്തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടുകയും മലയാളികളെ ഇവരെ സംഘം കൂടി ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് അടിച്ച് അവശരാക്കി നാട്ടുകാർ കൂടിയ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അധികാരികൾ, ബന്ധപ്പെട്ട പോലീസും എക്സൈസ് അധികാരികളും വ്യക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വലിയ സംഘർഷങ്ങൾക്കും ഇടയാക്കും ചെയ്യുമെന്നാണ് പറഞ്ഞത്. സമീപത്തുള്ള KSCB ട്രാൻസ്ഫോമർ ക്യാബിനിലുള്ള ബോക്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ഇയാളുടെ പക്കലുള്ള ഗൂഗിൾ പേ സംവിധാനത്തിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത് അനർ ഹുസൈൻ എന്ന പേരിലുള്ള ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലാണ്. ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള സബ് ഏജന്റാണ് ഇടപ്പള്ളിയിൽ താമസിക്കുന്ന ഇപ്പോൾ പിടിയിലായ അന്യസംസ്ഥാനക്കാരനെന്ന് കരുതപ്പെടുന്നു. വൻ പുള്ളികൾ പിന്നണിയിലുണ്ടെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.